ഹായ് നിരഞ്ജന. എമർജൻസി കാരണമാട്ടോ പെട്ടെന്ന് സെഷൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. ഇല്ല, കുഴപ്പമില്ല. ഇന്ന് ഭയങ്കര മടിയായിരുന്നു ജോയിൻ ചെയ്യാൻ. ആണല്ലോ ഒരു ദിവസം അല്ല, വീക്കെൻഡ് അല്ലേ? വീക്കെൻഡ് തുടങ്ങി. നമുക്കൊരു മടി ഉണ്ടാവും. ആ, രണ്ടു ദിവസം നിങ്ങൾക്ക് ഒഴിവില്ലേ? ആ, 2 ദിവസം ഉണ്ട്, പക്ഷെ അത് വേഗം പോവും. അത് സത്യം. നമുക്കിനി ഏകദേശം എത്ര മോർ ക്ലാസ്സസ് ഉണ്ടാവുന്നേ? ഏകദേശം നമ്മൾ എടുക്കുന്ന ടോപ്പിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു എന്തായാലും 10-15 ക്ലാസ്സസ് ഇനി ഉണ്ടാവും. 10-15 ക്ലാസ്സസ് ഏകദേശം ഒരു കണക്കിന് 10-15 ക്ലാസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ. അത് പിന്നെ നിങ്ങൾക്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വർക്ക് ചെയ്യാനായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾക്കുള്ള പ്രൊജക്റ്റ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ലൈക്ക് അവിടെ എന്റെ റോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റൻഡ് സപ്പോർട്ട് എന്നുള്ള പോലെ ആയിരിക്കും ഞാൻ ആക്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് ഞാൻ ടെസ്റ്റ് കേസസ് തരും എഴുതാനായിട്ട്. ടെസ്റ്റ് കേസ് എഴുതി വരിക. ടെസ്റ്റ് കേസ് ചെയ്ത ശേഷം എന്താ പറയുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യുക, അത് റിസോൾവ് ചെയ്യുക. അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ ചെയ്യുന്നത് നമ്മള്. ഓക്കെ ഓക്കെ, മനസ്സിലായോ? നിങ്ങളുടെ എല്ലാം കഴിഞ്ഞിട്ടോ? തുടക്കത്തിലേ അല്ല. മനസ്സിലായി. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. കഴിഞ്ഞ ക്ലാസ്സിലെ ലാസ്റ്റ് തന്ന കോഡ് റൺ ചെയ്തപ്പോ വർക്ക് ആയായിരുന്നോ? എന്റെ വർക്ക് ആയില്ലായിരുന്നല്ലോ. ഏതായിരുന്നു? നമ്മുടെ മൾട്ടിപ്പിൾ വിൻഡോ ആണോ? ഏതായിരുന്നു വർക്കാവാത്തെ? കൊടുന്ന് കാണിക്കുവോ? നിയമ സ്ക്രീൻ ഷെയർ ചെയ്യൂ.
നീമ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തേ. ഓക്കെ. ആ ലാസ്റ്റ് ഒരു 2-3 ലൈൻ ചാറ്റിലിട്ട് തന്നതാ എനിക്ക് വർക്ക് ആവാത്തെ. അതിന് മുന്നേ വർക്ക് ചെയ്തായിരുന്നു. എക്സിക്യൂട്ട് ചെയ്തേ. എന്താ നോക്കട്ടെ. ഓക്കെ. റീട്രേസ് നടക്കട്ടെ, പറയാട്ടോ. എനിക്ക് ഇമെയിൽ എൻ്റർ ആയിട്ടില്ല. ഡാറ്റ എൻ്റർ ആയിട്ടില്ല അല്ലേ? കാണിക്കുന്നുണ്ട്. ഓക്കെ, നോക്കാട്ടോ. കോഡ് ഒന്ന് എടുക്കാമോ? കോഡ് അതില് വെയിറ്റ് ഫോർ സെലക്ടർ കഴിഞ്ഞ് വെയിറ്റ് ഫോർ ലോഡ് സ്റ്റേറ്റ് കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് ഫോർ ടൈം ഔട്ട് ഒന്ന് കമന്റ് ചെയ്യുമോ? വെയിറ്റ് ഫോർ എവിടെ ലോഡ് സ്റ്റേറ്റ് കഴിഞ്ഞ അതൊന്ന് കമന്റ് ചെയ്യോ? ഓക്കെ. അതുപോലെ തന്നെ വെയിറ്റ് ഫോർ സെലക്ടർ അവിടെ നിൽക്കട്ടെ. ഓക്കെ, വെയിറ്റ് ഫോർ സെലക്ടറും കമന്റ് ചെയ്തോ. വെയിറ്റ് ഫോർ ടൈം ഔട്ടും. വെയിറ്റ് പേജ് ഫോർ ടൈം ഔട്ടും. സേവ് ചെയ്തൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുമോ? ടൈം ഔട്ട് ആയി പോകുന്നതാണ് പ്രശ്നം. കുറെ ടൈം ഔട്ട്സ് കുറെ വെയിറ്റ്സ് അടുപ്പിച്ച് കൊടുത്തപ്പോൾ ടൈം ഔട്ട് ആയി പോയതാണ്. ഓക്കെ. എക്സിക്യൂട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാമേ. എന്താ സംഭവിച്ചെന്ന് വെച്ചാലേ നമ്മൾ വെയിറ്റ് ഫോർ ടൈം ഔട്ട് അതുപോലെ വെയിറ്റ് ഫോർ സെലക്ടർ എല്ലാം കൊടുത്തു. അപ്പോൾ നമ്മുടെ പ്ലേ റൈറ്റിന് ഡിഫോൾട്ട് ആയിട്ട് 5 സെക്കൻഡ്സിന്റെ ഒരു ഇതുണ്ട്, എന്താ പറയാ, ടോട്ടൽ ടൈം ഉണ്ട്. ആ ടോട്ടൽ ടൈമിന്റെ ഉള്ളില് പ്ലേ റൈറ്റിന് ഈ ഓരോ ടെസ്റ്റ് കേസും എക്സിക്യൂട്ട് ചെയ്യണം എന്നാണ് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഈ 5 സെക്കൻഡ്സ് കഴിഞ്ഞു പോയി. കാരണം ഈ വെയിറ്റ് ഫോർ ടൈം ഔട്ടിന്റെ 5000 കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അത്രയും 5 മില്ലി സെക്കൻഡ്സ് അവിടെ പോയി. അപ്പൊ അത്രയും ടൈം പോയപ്പോ എന്ത് സംഭവിച്ചു? ബാക്കി എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ ഓക്കെ, മനസ്സിലായി. അപ്പൊ ഒത്തിരി ടൈം ഔട്ട് കൊടുക്കരുത്, ലൈക് 5 സെക്കൻഡ്. അതായത് ഇപ്പൊ നമ്മൾ വെയിറ്റ് ഫോർ ലോഡ് സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി. അല്ലാതെ ഇപ്പൊ അതിന്റെ കൂടെ ഒരു n നമ്പർ ഓഫ് ലോഡ് വെയിറ്റ്സ് കൊടുത്താൽ എന്താ പറ്റുമെന്ന് വെച്ചാല് നമ്മൾക്ക് എന്താ പറയാ, പ്ലേ റേറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ടൈം ഔട്ട് ഉണ്ട്, ടൈം ഔട്ട് സെക്കൻഡ്സ് ഉണ്ട്. ആ ടൈം ഔട്ട് സെക്കൻഡ്സിൽ എത്തുമ്പോൾ ബ്രേക്ക് ആയി പോകും കോഡ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, സ്റ്റോപ്പ് ഷെയർ ചെയ്യാം. ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യണ്ട, കണ്ടിന്യൂ ചെയ്തോ. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എടുക്കാനുള്ളതല്ലേ. ഓക്കെ. ഓക്കെ.
ഇനി ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ വിഷ്വൽ ടെസ്റ്റിംഗ്. ഓക്കെ, വിഷ്വൽ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? പേരിൽ നിന്ന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? UI ആണോ? UI. അതായത് നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്ത ഡോട്ട് ഫില്ല്, ഡോട്ട് ക്ലിക്ക് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നുണ്ടായിരുന്നത് അല്ലേ? അതായത് ഒരു സ്പെസിഫിക് ഫങ്ഷണാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മളത് നോക്കുന്നുണ്ടായിരുന്നത്. ഒരു ഡൗട്ട് വെച്ചിട്ട് നിരഞ്ജന, ഇവന്റ് ലിസ്ണേഴ്സ് എന്തായിരുന്നു, ഏതായിരുന്നു? ഇവന്റ് ലിസണേഴ്സ് ഇതാ നമ്മൾ അതിൽ യൂസ് ചെയ്ത ആക്സെപ്റ്റ്, ഡിസ്മിസ് ഒക്കെ യൂസ് ചെയ്തില്ലായിരുന്നോ? ഓക്കെ. അതുപോലെ തന്നെ നമ്മളേതാ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെ? ആക്സെപ്റ്റ്, ഡിസ്മിസ്, ദെൻ ആ കോഡൊന്നും എടുത്ത് വെബ് ഡയലോഗ് സ്പെക്ക് എടുത്ത് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഏതാണ്. അത് രണ്ടുമാണ് നമ്മളിവിടെ യൂസ് ചെയ്തതിലുള്ള ഇവന്റ് ലിസണേഴ്സ്. ഓക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിഷ്വൽ ടെസ്റ്റിംഗ്. സോ നമ്മൾ ഇതുവരെ ചെയ്തതെന്ന് വെച്ചാൽ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആയിരുന്നു. അതായത് നമ്മളൊരു ഒരു സിനാരിയോ എടുക്കുന്നു, ആ സിനാരിയോ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു അല്ലേ? വിഷ്വൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നത് UI ബേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ച് വന്നിട്ടുണ്ടോ UIന്റെ പേഴ്സ്പെക്റ്റീവില്. ഓക്കെ, UIന്റെ പേഴ്സ്പെക്റ്റീവിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക? വിഷ്വൽ ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യൂ. അതും ഒരു കാര്യമുണ്ട്, വിഷ്വൽ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും എന്താ പറയുക ഓരോ കോമ്പോണന്റ് വൈസ് ആയിരിക്കത്തില്ല. അതായത് ഒരു ടെക്സ്റ്റ് ബോക്സ് അവിടെ ഉണ്ടോ, ബട്ടൺ അവിടെ ഉണ്ടോ എന്നായിരിക്കത്തില്ല. ഇതിനെ നമുക്കൊരു ഗ്രാഫ് പേപ്പർ ആയിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, ഒരു ഗ്രാഫിൽ നമുക്ക് കുറെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഉണ്ടാവും അല്ലേ? നമ്മൾ പണ്ട് ഗ്രാഫ് വരച്ച് ഓർക്കുന്നുണ്ടോ? 5, 10, 20 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുകളിലേക്ക് ഒരു വലിയ ലൈൻസ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ തന്നെ 5.1, 5.2, 5.3, 5.4, 5.5 നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്യാറില്ലേ പണ്ട്? ഓർക്കുന്നുണ്ടോ ഗ്രാഫില്? സോ ആ ഒരു റെപ്രസെന്റേഷനിൽ നമ്മുടെ വെബ്സൈറ്റിനെ ഒന്ന് നോക്കി നോക്കുക. നമുക്ക് ചെക്ക് ചെയ്യാനുള്ള വെബ് ആപ്ലിക്കേഷനെ അതേ പേഴ്സ്പെക്റ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൽ കാണുന്ന ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള സെൽസും ഇല്ലേ, ഈ ബിൽഡ് ചെയ്തിട്ടുള്ള ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള സെൽസിനെയും നമുക്ക് പിക്സൽസ് എന്ന് വിളിക്കാൻ പറ്റും. പിക്സൽ വാല്യൂസ് എന്ന് വിളിക്കാം. ഓക്കെ, നമ്മളിപ്പോ ഒരു ഗ്രാഫ് പേപ്പറിൽ 5.1, 5.2 എന്ന് മാർക്ക് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു അടയാളങ്ങളില്ലേ, കുഞ്ഞു കുഞ്ഞു സ്പേസ് ഇല്ലേ, ആ ഓരോ ഗ്യാപ്പും കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പിക്സൽസ് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ UI ഡെവലപ്പ് ചെയ്യുന്നവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓക്കെ, ഫസ്റ്റത്തെ എലമെന്റിന് സെക്കൻഡ് എലമെന്റിലേക്ക് ഒരു എന്താ പറയാ ഒരു 1 പിക്സൽസിന്റെ ഡിസ്റ്റൻസ് വെക്കണം. അല്ലെങ്കിൽ ടോട്ടലി പിക്സൽ വാല്യൂസിൽ ഇപ്പോൾ 100 പിക്സൽസ് ടു 200 പിക്സൽസിൽ നിൽക്കേണ്ടത് ഒരു ബട്ടൺ ആണ്. ആ രീതിയിൽ നമ്മളുടെ കോഡിനെ, നമ്മളുടെ വെബ്സൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നത് UI ഡെവലപ്പേഴ്സ് ആണ്. ഓക്കെ, ഈ UI ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് എ ടെസ്റ്റർ വിഷ്വൽ ടെസ്റ്റിങ്ങിന്റെ ബേസിക്സ് ആണ് പറയുന്നത്. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് ടെസ്റ്റിംഗ് മാത്രമാണ് നമ്മൾ പറയുന്നത്. സോ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏറ്റവും പ്രൈമറി ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം, ഓക്കെ, ഞാനൊരു ഓരോ തവണയും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ചെക്ക് ചെയ്യാം ഇതിന്റെ പിക്സൽ ലെവലിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ കോമ്പോണൻസിന്. ഇത് എല്ലാ തവണ ലോഡ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി 100 to 200 തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ 101 to 100, ചിലപ്പോൾ 201 പോയിട്ടുണ്ടാവാം. ചെറിയ പിക്സൽ ഡിഫറൻസസ് ഞാൻ കൺസിഡർ ചെയ്യുന്നു ഫൈൻ ആണെന്ന്. പക്ഷെ ആഫ്റ്റർ ദാറ്റ് ത്രെഷോൾഡ് ഇത് എല്ലാം അതാത് പിക്സൽ പോയിന്റ്സിൽ ഇരിക്കുന്നുണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ UI ടെസ്റ്റിംഗിൽ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഹ്യൂമൻലി പോസിബിൾ അല്ല അല്ലേ?
സോ ഇങ്ങനെയുള്ള സിനാരിയോസിൽ നമ്മൾ എൻറ്റയർലി ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിന്റെ മേലെയായിരിക്കും? വിഷ്വൽ ടെസ്റ്റിങ്ങിന്റെ മേലെയായിരിക്കും. മനസ്സിലായോ? വിഷ്വൽ ടെസ്റ്റിങ്ങിന്റെ പേർപ്പസ് ക്ലിയർ ആയോ? ഒരു ഡെവലപ്പർ ഡെവലപ്പ് ചെയ്ത യൂസർ ഇന്റർഫേസ് ഇമ്പാക്റ്റ് ആണോ, അതുപോലെ അത് എന്താ പറയാ, അത് സ്റ്റേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് എന്താ പറയുക നമ്മൾ വിഷ്വൽ ടെസ്റ്റിങ്ങിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വിഷ്വൽ ടെസ്റ്റിംഗ് ആണ് സ്ക്രീൻഷോട്ട് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളുടെ google.com എന്ന സൈറ്റ്. ഓക്കെ, ഓരോ ദിവസവും ഇതിന്റെ ലോഗോ മാറുന്നുണ്ട്, ഇതിന്റെ ഓരോ കാര്യങ്ങളും മാറുന്നുണ്ട് അല്ലെ? ഓരോ ദിവസവും ഈ ഡെവലപ്പേഴ്സ് ഈ ഗൂഗിളിലെ ഡെവലപ്പേഴ്സ് ബാക്കെൻഡിൽ ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണല്ലോ ഇതിങ്ങനെ ലോഗോയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയി വരുന്നേ. ഓരോ ദിവസത്തെയും ഈ ചേഞ്ചിനെ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് എൻഷുർ ചെയ്യണം ദാറ്റ് ഈ ലോഗോ കൃത്യമായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ബോക്സ് കൃത്യമായിട്ട് ഈ പോയിന്റിൽ തന്നെ വരുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യേണ്ടത് ആരാണ്? ഡെവലപ്പേഴ്സ് ആണ് അല്ലേ? സോ വൺസ് ഡെവലപ്പേഴ്സിന്റെ ഭാഗത്ത് അഷുറൻസ് കിട്ടിയാൽ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ആസ് എ QA ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റർ ഇരുന്നിട്ട് ഇത് വെരിഫൈ ചെയ്യണം അല്ലേ? അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മളിപ്പോ സ്നാപ്ഷോട്ട് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് UI സ്ക്രീൻ ആണോ ടെസ്റ്റ് ചെയ്യേണ്ടത് ആദ്യത്തെ തവണ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അങ്ങ് എടുത്ത് വെക്കും. ഓക്കെ, ഫോർ ദ ഫസ്റ്റ് ടൈം ലോഡ് ചെയ്യുമ്പോൾ ആ UI പേജിന്റെ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാല് നേരെ ഈ നമ്മൾ ആദ്യം എടുത്തു വെച്ച സ്ക്രീൻഷോട്ടുമായിട്ട് സെക്കൻഡ് ടൈം എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രീനിനെ കമ്പയർ ചെയ്യും, സിസ്റ്റം കമ്പയർ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ആദ്യം സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു റെഫറൻസിന് വേണ്ടിയിട്ട്, ഇങ്ങനെയായിരിക്കണം നമ്മളുടെ UI. അത് ഇൻ ടേംസ് ഓഫ് പിക്സൽ വാല്യൂസ് ഈ ഒരു എലമെന്റ് ഈ ഒരു പിക്സൽ വാല്യൂല് വരണം എന്നുള്ള കാൽക്കുലേഷൻ ചെയ്തു വെച്ചു. എന്നിട്ട് സെക്കൻഡ് ടൈം ഞാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? റെഫറൻസ് ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ള സ്നാപ്ഷോട്ട് ഏതാണോ ആ സ്നാപ്ഷോട്ടിനെയും ഞാനിപ്പോ കറന്റ്ലി ക്യാപ്ചർ ചെയ്ത സ്നാപ്ഷോട്ടിനെയും കൂടെ കമ്പയർ ചെയ്യണം. എന്നിട്ട് പിക്സൽ ലെവലിൽ ഞാൻ പറയുന്ന ത്രെഷോൾഡിലും കൂടുതലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഡെവലപ്പേഴ്സ് അതിൽ റീവർക്ക് ചെയ്യണം. മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ വിഷ്വൽ ടെസ്റ്റിംഗിന്റെ? അപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇപ്പൊ എന്താ ഫസ്റ്റ് ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആണോ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കണേ? അല്ല, ഫസ്റ്റ് ടൈം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മുടെ വിഷ്വൽ ടെസ്റ്റിംഗ് ഫെയിലിയർ വരും. അതെങ്ങനെ ഫെയിലിയർ ആവണേ? കാരണം ഇപ്പോ ഞാൻ നീമയുടെ അടുത്ത് പറയാണ്, നീമ എനിക്കില്ല ഈ ഒരു UI വർക്കിംഗ് ആണോ എന്ന് അറിയണം. ഓക്കെ, ഒരു URL മാത്രം തന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം എക്സിക്യൂട്ട് കമ്പയർ ചെയ്യാൻ നീമയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇപ്പൊ എന്താ? റെഫറൻസ് ഇല്ല. വിത്തൗട്ട് റെഫറൻസ് ഫസ്റ്റ് ടൈം ഫെയിലിയർ ആയി. ആൻഡ് ആ ഫസ്റ്റ് ടൈം എക്സിക്യൂഷനിൽ എന്ത് ചെയ്യും? ഒരു സ്ക്രീൻഷോട്ട് എടുത്തങ്ങ് വെക്കും. ആ സ്ക്രീൻഷോട്ട് ആണ് പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിലും കമ്പയർ ചെയ്യാനുള്ള ബേസ്. മനസ്സിലായോ? കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യാ? കമ്പയർ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട്, അതായത് ഇപ്പോ എക്സാക്ട് മാച്ച് ആയിട്ട് വരുന്നുണ്ടോ സ്ക്രീന് എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, എക്സാക്ട് മാച്ച് ആണെങ്കിലോ? എക്സാക്ട് മാച്ച് ആണെങ്കിൽ നമ്മുടെ വിഷ്വൽ ടെസ്റ്റിംഗ് പാസ് ആവും, അല്ലെങ്കിൽ ഫെയിലിയർ ആവും. ഓക്കെ,
അപ്പോൾ ഒരു കാര്യം ചെയ്യാം, വിഷ്വൽ കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ട്, സോറി വിഷ്വൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു അത് ക്രിയേറ്റ് ചെയ്തേ. ഓക്കെ. വിഷ്വൽ ടെസ്റ്റിംഗ് ഡോട്ട് സ്പെക് JS എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തേ. ഓക്കെ. ഞാൻ കോഡ് ചാറ്റിലിട്ടുണ്ട് കേട്ടോ, കോഡ് പ്ലേസ് ചെയ്തോളുവേ. ഓക്കെ. ഓക്കെ, സോ അതിൽ ഓരോ ലൈൻസ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റത്തെ എന്താ പറയാ, ടെസ്റ്റ് ഡോട്ട് ഓൺലി എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് ജസ്റ്റ് എന്താണ്, എനിക്ക് ഈ ഒരു ടെസ്റ്റ് കേസ് മാത്രമായിട്ട് എക്സിക്യൂട്ട് ആവണം എന്നുള്ള പേർപ്പസിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത സെലീനിയം ക്യാപബിൾ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള URL ആണ് ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ പറയുന്നത് എന്താണ്, എക്സ്പെക്ട് ഓഫ്. എക്സ്പെക്ട് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നേ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എക്സ്പെക്ട് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന്? നമ്മൾ തുടക്കത്തിൽ ജസ്റ്റ് ഒന്ന് രണ്ട് അസേർഷൻസ് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ബേസിക്സിലോ? നമ്മൾ തുടക്കത്തില് ഒന്ന് രണ്ട് അസേർഷൻസ്, അതായത് നമുക്ക് URL ആണോ ചെക്ക് ചെയ്യാം, ടു ഹാവ് URL. പറഞ്ഞ ഓർക്കുന്നുണ്ടോ? ഫസ്റ്റത്തെ ബേസിക്സ് എടുത്ത് നോക്കിക്കേ, കവർ ചെയ്തിട്ടില്ലേ നമ്മളത്? നോക്കിയടാ, ഫസ്റ്റത്തെ കോഡ് എടുത്തേ നമ്മളുടെ playwright.config എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴല്ലേ? അല്ലല്ല, കോൺഫിഗ് JS പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഡിൽ പറഞ്ഞില്ലേ അസേർഷൻസ്. പ്ലേറൈറ്റിന്റെ UI ബേസിക്സ് ആണ്, അതിലാണോ? UI ബേസിക്സിലാണ്. ഞാൻ ഏതൊന്നില്ല നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ട് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മള്? ഇല്ലെങ്കിൽ ഞാനിപ്പോ പറയാൻ ഒരുമിച്ചു. ഓക്കെ, ഇല്ലെന്നാ തോന്നുന്നത്. ഉണ്ടാവില്ല, മേ ബി ഉണ്ടാവില്ല, ചിലപ്പോ അത് ലാസ്റ്റിലേക്ക് വെച്ചതായിരിക്കാം, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ എക്സ്പെക്ട് എന്ന് വെച്ചാൽ, എക്സ്പെക്ട് എന്ന് പറഞ്ഞ കീവേഡ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അസേർഷൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അസേർഷൻസ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ടെസ്റ്റ് കേസിൽ റെപ്ലിക്കേഷൻ സ്റ്റെപ്സും ഉണ്ടാവും, അതുപോലെ തന്നെ വാലിഡേഷനും ഉണ്ടാവും. രണ്ടും കൂടെ ചേർന്നാലാണ് ഒരു ടെസ്റ്റ് കേസ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, നമ്മൾ ഈ ഡോട്ട് ഫിൽ, ഡോട്ട് ക്ലിക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നത് എന്താണ്, റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് എനിക്ക് വാലിഡേറ്റ് ചെയ്യാൻ, എനിക്ക് എന്തെങ്കിലും കാര്യത്തിനെ വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഞാൻ യൂസ് ചെയ്യേണ്ട കീവേഡ് ആണ് എക്സ്പെക്ട്. ഓക്കെ, വാലിഡേഷൻ എന്ന് വെച്ചാൽ പലപ്പോഴും ഇപ്പോൾ ഒരു ലോഗിന്റെ സിനാരിയോ കൺസിഡർ ചെയ്യാം. നമുക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഞാൻ കൊടുത്തു, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ലോഗിൻ ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ വെരിഫൈ ചെയ്യാൻ പോവാണ് ഇഫ് ദ ലോഗിൻ ഈസ് സക്സസ്ഫുൾ. ഓക്കെ, ഇഫ് ദ ലോഗിൻ ഈസ് സക്സസ്ഫുൾ എന്ന് വെരിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓട്ടോമേഷൻ ടെക്നിക് ആണ് അസേർഷൻസ്. മനസ്സിലായോ?
എക്സ്പെക്റ്റഡ് റിസൾട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെ ചെക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിന്റെ ടെക്നിക്കാണ് എക്സ്പെക്ട്. ക്ലിയർ ആണോ? അതിന് അസേർഷൻ കൂടെ പറയോ? അസേർഷൻ ആകെ അസേർഷൻ എന്നാണ് ടെക്നിക്കിനെ പറയുന്ന പേര്. ഓക്കെ. പ്ലേ റൈറ്റില് അസേർഷൻസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എക്സ്പെക്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്തേ, ഇമ്പോർട്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് എക്സ്പെക്ടിനെ കൂടെ അങ്ങ് ഇമ്പോർട്ട് ചെയ്തേ പ്ലേ റൈറ്റ് സ്ലാഷ് ടെസ്റ്റ് എന്ന്. ഇവിടെ കോമ ഇട്ടിട്ട് എക്സ്പെക്ട് രണ്ടിനെയും കൂടി ഒരു കേളി ബ്രാക്കറ്റ്സിൽ ഇട്ടോളൂ. ഓ, ടെസ്റ്റിനെയും എക്സ്പെക്ടിനെയും കൂടി ഒരു സിംഗിൾ കേളി ബ്രാക്കറ്റ്സിൽ ഇട്ടാൽ മതി. ടെസ്റ്റ് റിമൂവ്. എക്സ്പെക്ടിൽ നമ്മൾ എന്താ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നേ? അതായത് ഞാനിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? അവൈറ്റ് പേജ് ഡോട്ട് സ്ക്രീൻഷോട്ട്. പേജ് ഡോട്ട് സ്ക്രീൻഷോട്ട് എന്ന് വെച്ചാല് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ പേജിന് ഇപ്പൊ ലോഡായി വന്നിട്ടുള്ള പേജിന്റെ ഒരു സ്ക്രീൻഷോട്ട് അങ്ങ് ക്യാപ്ചർ ചെയ്യും. ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് പേജ് എന്ന ഫീച്ചറിൽ സ്ക്രീൻഷോട്ട് എന്നൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ബിൽറ്റ് ഇൻ ആയിട്ട് ഒരു സ്ക്രീൻഷോട്ട് അങ്ങ് ജനറേറ്റ് ചെയ്യും. ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സ്ക്രീൻഷോട്ടിനെ അങ്ങ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? ടു മാച്ച് സ്നാപ്ഷോട്ട് ഓഫ്. ടു മാച്ച് സ്നാപ്ഷോട്ട് എന്നുള്ള അസേർഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ വിഷ്വൽ ടെസ്റ്റിങ്ങിലാണ്. ഓക്കെ, അതും വേറെ അസേർഷൻ ആണോ? അതായത് എക്സ്പെക്ട് എന്ന് പറയുന്ന വേർഡ് അസേർഷനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോ ടെസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതുന്നില്ലേ? നമ്മളിപ്പോ ടെസ്റ്റ് ഓഫ് ടൈറ്റിൽ അസിങ്ക് പേജ് എഴുതുന്നില്ലേ? അതിൽ ടെസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നേ? ഒരു ടെസ്റ്റ് കേസിന് അല്ലേ? അതെ. ആൻഡ് നമ്മൾ ഓരോ തവണ ടെസ്റ്റ് ചെയ്തുമ്പോൾ നമ്മൾ പല ടെസ്റ്റ് കേസസ് ആണ് എഴുതുന്നത് അല്ലേ? ഇതേപോലെ തന്നെയാണ് എക്സ്പെക്ട്. എക്സ്പെക്ട് എന്ന് വെച്ചാൽ എൻഡ് ഓഫ് ദ ഡേ അതൊരു അസേർഷൻ ആണ്. അതൊരു അസേർഷൻ. ഇത് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്ന ഒരു അസേർഷൻ ആണ്. ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് എക്സ്പെക്ട്. നമുക്ക് പല രീതിയിൽ വാലിഡേറ്റ് ചെയ്യേണ്ടി വരാം അല്ലേ? പല രീതിയിൽ നമുക്ക് വാലിഡേഷൻസ് എഴുതേണ്ടി വരാം. പല രീതിയിൽ നമുക്ക് വാലിഡേറ്റിംഗ് ചെയ്യേണ്ടി വരാം. ശരിയല്ലേ? അപ്പോ നമുക്ക് പല രീതിയിൽ നമുക്ക് വാലിഡേഷൻസ് എഴുതാനായിട്ട് നമ്മൾക്ക് ഈ എക്സ്പെക്ട് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിന്റെ കൂടെ പല സിൻടാക്സ് നമുക്ക് അവൈലബിൾ ആണ്. വിഷ്വൽ ടെസ്റ്റിംഗിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ആണ് എക്സ്പെക്ട് പേജ് ഡോട്ട് സ്ക്രീൻഷോട്ട് ഡോട്ട് ടു മാച്ച് സ്നാപ്ഷോട്ട്. ടു മാച്ച് സ്നാപ്ഷോട്ട് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ കറന്റ്ലി എടുത്തു വെച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടും ഇനി പറയാൻ പോകുന്ന ഇമേജുമായിട്ട് കമ്പയർ ചെയ്ത് മാച്ചിങ് ആണോ എന്ന് ഉറപ്പുവരുത്തൂ. മനസ്സിലായോ? പേജ് ഡോട്ട് സ്ക്രീൻഷോട്ട് ആണ് ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രീൻഷോട്ട്. ഇതുമായിട്ട് എനിക്ക് കമ്പയർ ചെയ്യേണ്ടത് എന്തിനാണ്? ഒരു റെഫറൻസ് ആയിട്ടുള്ള ഒരു ഇമേജിനെയാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്? റെഫറൻസ് ആയിട്ടുള്ള ഒരു ഇമേജുമായിട്ട് വേണം എനിക്ക് കമ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അപ്പൊ ആദ്യം പറഞ്ഞില്ലായിരുന്നു നമ്മള് പ്രീവിയസ് ടേക്കൺ സ്ക്രീൻഷോട്ടുമായിട്ടാണ് സ്ക്രീൻഷോട്ട് obscura.png എന്നുണ്ടായിരിക്കും സേവ് ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് പ്രീവിയസ് ആണ്. ഇത് പ്രീവിയസ് ആണ്. അതാണ് നമ്മുടെ റെഫറൻസ് സ്ക്രീൻഷോട്ട്.
എന്നിട്ട് ഞാൻ പറഞ്ഞ കോമ ത്രെഷോൾഡ് ഓഫ് 0.2, അത് ജസ്റ്റ് ഒരു 0.0 ഒരു 2% ഒക്കെ ഡിഫറൻസ് വരാം, ഒരു 20% ഒക്കെ ഒരു വരെയുള്ള പിക്സൽ ഡിഫറൻസ് ഞാൻ അലോ ചെയ്ത് തരികയാണ്. കാരണം ഇത് പേജ് ലോഡായി വരുമ്പോൾ ചെറിയ അലൈൻമെന്റ് ഇഷ്യൂസ് എല്ലാം വരാം, അത് ഞാൻ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ഞാൻ എത്ര പെർസെന്റേജാ പറയുന്നത്? മാക്സിമം ഓഫ് 20 പിക്സൽസ്, അതിൽ കൂടുതൽ ഒരിക്കലും പറയാൻ പാടില്ല. മാക്സിമം ആണ് 20%. ഓക്കെ. ഇപ്പൊ ഞാൻ ഈ എക്സ്പെക്ട്, ഹായ് സുചിത്ര, ഞങ്ങൾ ജസ്റ്റ് ഒരു ടോപ്പിക് പറഞ്ഞ് തുടങ്ങിയായിരുന്നു കേട്ടോ. ഹായ് നിരഞ്ജന, എനിക്കിവിടെ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു, അതാ പിന്നെ ഇത്ര ലേറ്റ് ആയത്. ഇന്നലെ ഞാൻ കേറിയതാണേ. ഞാൻ ഇന്നലെ മെസ്സേജ് ചെയ്തായിരുന്നുണ്ട് ഗ്രൂപ്പില്, സെഷൻ ഇല്ലാന്നും പറഞ്ഞിട്ട്. ഞാൻ ഇന്നലെ വന്നായിരുന്നു, അപ്പൊ ഞാൻ ചാറ്റ് നോക്കി കഴിഞ്ഞപ്പോ കണ്ടു മെസ്സേജ്. അപ്പൊ ഈ ത്രെഷോൾഡ് നമുക്ക് 0.2 മാത്രമാണോ കൊടുക്കാൻ പറ്റുള്ളൂ? അതിൽ കൂടുതൽ കൂട്ടി കൊടുക്കാം? അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് മിസ്സാവും. ലൈക്ക് നമ്മൾ പിക്സൽ വാല്യൂസിൽ കണക്കാക്കുമ്പോൾ 20% എന്ന് വെച്ചാൽ ഒരു ബിഗ് എമൗണ്ട് ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾക്ക് എത്ര വേണേ കൂട്ടി കൊടുക്കാം, സിന്റാക്സ് വൈസ് നമുക്ക് തെറ്റൊന്നുമില്ല. പക്ഷെ അങ്ങനെ നമ്മളതിന് കൂട്ടി കൊടുക്കുമ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ മേജർ ആയിട്ട് വന്ന UH എന്തെങ്കിലും മിസ്സായി പോവാ നമുക്ക്. മനസ്സിലായോ? ഒരു കാര്യം ചെയ്യൂ, ഇതാ ഫസ്റ്റ് ടൈം ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേ. ഈ 2 മാക്സ് സ്നാപ്ഷോട്ടിന്റെ അവിടെ നമ്മള് എടുത്തു വെച്ച റെഫറൻസ് ഇമേജിന്റെ ഇതാണോ കൊടുക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം അവിടെ. അപ്പൊ ഫസ്റ്റ് ടൈം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന സ്ക്രീൻഷോട്ടിന് നേരെ obscura.png എന്ന് പറഞ്ഞിട്ടുള്ള ഫയലായിട്ട് അതങ്ങ് സേവ് ചെയ്യും. അല്ല, ഇപ്പൊ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോ അങ്ങനെ ഒരാള് ചോദിക്കും, അത് നിയമ ചോദിക്കും, എന്നിട്ട് ശ്രുതി പറയും. അല്ല, ഇപ്പൊ ശ്രുതി ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആയിട്ട്, അപ്പൊ ഇപ്പൊ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോവല്ലേ, അപ്പൊ ഈ obscura.png എന്ന് പറഞ്ഞ് ഫസ്റ്റ് സ്ക്രീൻഷോട്ട് സേവ് ചെയ്യോ? ഫസ്റ്റ് സേവ് ചെയ്യും. പക്ഷെ ആ സമയത്ത് ഈ പേജ് ഡോട്ട് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഫിൽ ആയിട്ടുള്ളൂ. obscura.png എന്ന് പറഞ്ഞൊരു റെഫറൻസ് നോക്കുമ്പോ ഉണ്ടോ ആ സമയത്ത്? സേവ് ആകുന്നല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ഫോർ ദ ഫസ്റ്റ് ടൈം ഫെയിലിയർ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാനുവലി പോയിട്ട് ഈ obscura.png സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പിക്കപ്പ് ചെയ്തോളും. ഓക്കെ, താങ്ക് യു. എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള ഡൗട്ട്സ് ക്ലിയർ ആവും. ശ്രുതിക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നോ? ഇല്ല, ഇതന്നെ ചോദിക്കേണ്ടായിരുന്നു. Sign in again. VS Code എന്താ സൈൻ ഇൻ? VS കോഡിന്റെ അല്ലേ? നിരഞ്ജന, ആ ലൈൻ ഓഫ് കോഡ് എന്താന്നൊരു 1 ലൈനിൽ പറഞ്ഞുതരാൻ പറ്റുമോ? പറയാം, ഒരു വട്ടം കൂടെ പറയാമേ. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഗ്യാപ്പിലേക്ക് പറയാം കേട്ടോ. സോ ഞാനിപ്പോ പറയുന്നത് വിഷ്വൽ ടെസ്റ്റിംഗ് എന്ന കൺസെപ്റ്റ് ആയിരുന്നേ. അതായത് ഒരു അപ്ലിക്കേഷന്റെ UI ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം നീമ, പറഞ്ഞുതരാമേ. അപ്പോ നമ്മൾ വിഷ്വൽ ടെസ്റ്റിംഗിൽ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഒരു UI ഉണ്ടെങ്കിൽ ആ UIനെ നമ്മളൊരു ഗ്രാഫ് പേപ്പർ ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, ആ ഗ്രാഫ് പേപ്പറിൽ കുറെ ചെറിയ ചെറിയ ഗ്രാഫ് ലൈൻസ് ഉണ്ടാവും അല്ലേ? സോ ചെറിയ ചെറിയ ഗ്രാഫ് ലൈൻസിന്റെ ഫോർമാറ്റിൽ ഈ വെബ് ആപ്ലിക്കേഷൻ ഒന്ന് ഇമാജിൻ ചെയ്യാം.
അവിടെ കാണുമ്പോ ആ ഓരോ ചെറിയ ചെറിയ വാല്യൂസും ഇല്ലേ, അതിനെ യു ഐ ഓട്ടോമേഷനിൽ അല്ലെങ്കിൽ യു ഐന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് പറയാവുന്നതാണ് പിക്സൽസ്. പിക്സൽസ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആസ് എ ഒരു വിഷ്വൽ ടെസ്റ്റിംഗ് ആണെങ്കിൽ ചെയ്യേണ്ടതെങ്കിൽ എനിക്ക് അവിടെ ഞാൻ എന്താ എൻ്റെ അടുത്തുള്ള എക്സ്പെക്ടേഷൻ എന്തായിരിക്കും അവിടെ, അതായത് ഈ ഒരു അപ്ലിക്കേഷന്റെ യു ഐ ആസ് ഇറ്റ് ഈസ് തന്നെയാണ് ഓരോ തവണയും എക്സിക്യൂഷനിൽ, അത് ചെക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഡ്യൂട്ടി. സോ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏത് യു ആർ എല്ലിലേക്ക് പോകണമോ ആ യു ആർ എൽ ഞാൻ കൊടുത്തു. ആൻഡ് ഇതിനെ നമ്മൾ ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്നാപ്ഷോട്ട് ടെസ്റ്റിംഗ് ആണേ. വിഷ്വൽ ടെസ്റ്റിംഗിൽ പല രീതിയിൽ ചെയ്യാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്നാപ്ഷോട്ട് ടെസ്റ്റിംഗ് മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. അപ്പൊ ഇവിടെ എക്സ്പെക്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് കാണാം അല്ലെ. എക്സ്പെക്ട് ഓഫ് എന്ന് വെച്ചാൽ അസേർഷൻസ് ആണ്. അസേർഷൻസ് എന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് കേസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ വാലിഡേഷനും അതുപോലെ തന്നെ റെപ്ലിക്കേഷൻ സ്റ്റെപ്സും രണ്ടും വേണം. നമുക്ക് റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് എഴുതാൻ അറിയാം അപ്പൊ അല്ലെ. ഡോട്ട് ഫിൽ ആയിട്ടും ഡോട്ട് ക്ലിക്ക് ആയിട്ടും ഒക്കെ എഴുതാൻ നമുക്കറിയാം. ഇനി വാലിഡേഷൻസ് നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുക? വാലിഡേഷൻ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുക? കമ്പയർ ചെയ്തിട്ട് സം കൈൻഡ് ഓഫ് കമ്പാരിസൺ ആവശ്യമാണ്. ട്രൂ ഓർ ഫോൾസ് റിസൾട്ട് കിട്ടുന്ന പോലെ അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഓട്ടോമേഷൻ ടെസ്റ്റിംഗിൽ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് അസേർഷൻസ്. സോ ഈ അസേർഷൻസിനെ പ്ലേറൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് എക്സ്പെക്ട്. ഇവിടെ ഡോട്ട് ടു മാച്ച് സ്നാപ്ഷോട്ട് എന്ന് കാണാനില്ലേ? മാച്ച് സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത് വിഷ്വൽ ടെസ്റ്റിംഗിൽ സ്നാപ്ഷോട്ട് ടെസ്റ്റിംഗ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അസേർഷൻ ആണ്. ഞാനിവിടെ എന്താ പറഞ്ഞ വെയിറ്റ് പേജ് ഡോട്ട് സ്ക്രീൻഷോട്ട്, അതായത് ഇപ്പൊ കറന്റ്ലി നിൽക്കുന്ന പേജിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഏതിനോടാണ് മാച്ച് ചെയ്യേണ്ടത്? obscura.png എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ട്, അതുമായിട്ടാണ് എനിക്ക് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞു വെച്ചു. അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ എക്സിക്യൂട്ട് ചെയ്തപ്പോ എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ എന്തെങ്കിലും ഒരു ഫയൽ ഇവിടെ ഉണ്ടോ? ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് ഉണ്ടോ ഫസ്റ്റ് ടൈം എക്സിക്യൂട്ട് ചെയ്യുമ്പോ? ആ സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ആയി. obscura.png എന്ന് പറഞ്ഞിട്ട് പേര് വെച്ച് സേവ് ആവുന്നല്ലേ ഉള്ളൂ. ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം എക്സിക്യൂട്ട് ചെയ്തപ്പോ നീമ റിപ്പോർട്ട് എന്ന് കാണിക്കൂ. എന്താ എറർ കാണിച്ചത്? സ്നാപ്ഷോട്ട് ഡസന്റ് എക്സിസ്റ്റ്. ഈ ഒരു പാത്തില് ഇങ്ങനൊരു സ്ക്രീൻഷോട്ട് അവൈലബിൾ അല്ല. ഓക്കെ, ഇനി നമ്മളുടെ VS കോഡിലേക്ക് തന്നെ വന്നേ. ത്രെഷോൾഡ് എന്ന് വെച്ചാല് അതായത് നമ്മളുടെ വെബ്സൈറ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ പിക്സൽ ഡിഫറൻസസ് ഒക്കെ വരാം. അതായത് ചെറിയ രീതിയിൽ അലൈൻമെന്റ് ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. അപ്പൊ ഞാൻ പറയാണ് മാക്സിമം ഒരു 20% വരെയുള്ള ചേഞ്ച് ബെയറബിൾ ആണ്. ഓക്കെ, 20% വരെയുള്ള ചേഞ്ചിനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ മോർ ദാൻ 20% ഓഫ് പിക്സൽസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് മീ. മനസ്സിലായോ? ഇനി ഒരു കാര്യം ചെയ്തേ, നമ്മളുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് നമ്മളുടെ ഡാറ്റ ഇല്ലേ, ആ ഡാറ്റയില് ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടോ നോക്കിക്കേ. വിഷ്വൽ ടെസ്റ്റിംഗ് spec.js സ്നാപ്ഷോട്ട്സ് എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ ജെയ്സിന് തൊട്ട് മുകളില് എക്സാമ്പിൾ അതാ ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. obscura chromium win32.png ആ പേരങ്ങ് കോപ്പി എടുത്തോ, അല്ലെങ്കിൽ അവിടെ റീനെയിം ചെയ്തോ ആ ഇമേജിനെ.
അല്ലെങ്കിൽ എനിക്ക് ഇത് obscura.png അതെ, റീനെയിം ചെയ്തിട്ട് obscura.png നോക്കിയാലും മതി. ഇപ്പൊ എനിക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഒരു ഇമേജ് അവൈലബിൾ ആണ് അല്ലെ? ഇനി ഒരു വട്ടം കൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. റിഫ്രഷ് ചെയ്തേ. ഒബ്സ്ക്യൂർ ആൻഡ് സ്പെല്ലിംഗിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? എന്തോ ഒബ്സ്ക്യൂർ ആൻഡ് സ്പെല്ലിംഗിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? രണ്ടാമത് പിന്നെയും ക്രിയേറ്റ് ആയി. അപ്പോൾ ഏതാ obscura.png? obscura.png. മറ്റേത് റിമൂവ് ചെയ്യൂ. ഇതോ? ഡിലീറ്റ്. അതിന്റെ ചെറിയ സിങ്ക്രണൈസേഷൻ ഇഷ്യൂ ആണ്. obscura.png obscura.png അത് ആ ഫയൽ ആ ഫോൾഡറിന്റെ അകത്താണോ ക്രിയേറ്റ് ആയിട്ടുള്ളത് നോക്കൂ. അതെ, ഫോൾഡറിന്റെ അകത്താ ക്രിയേറ്റ് ആയത്. ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്തേ. ഇത് സെയിം പാത്തിലല്ലേ ജനറേറ്റ് ആയിട്ടുള്ളത്? പാത്ത് ഒന്ന് നോക്കട്ടെ. സൈഡിലേക്ക് വരൂ. VS കോഡിലാണോ? VS കോഡിൽ ആ സ്നാപ്ഷോട്ട്സിന്റെ മേലെ കൊണ്ട് കഴ്സർ വെച്ചൊന്ന് വിഷ്വൽ ടെസ്റ്റിംഗ് -spec.js C users and Anil K automation basic test yes. നീ ആ സെയിം നെയിം കൊടുത്തു നോക്കണോ? ഒരു കാര്യം ചെയ്യും, ഇവിടെ obscura -chromium win32 എന്നുണ്ട് ജനറേറ്റ് ആയില്ലേ? ആ win32 എന്നുള്ള നെയിം അത് കൊടുത്തു നോക്കിക്കേ. ഇവിടെ റീനെയിം ചെയ്യുക. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുക്കുക. റീനെയിം ചെയ്യണം? വേണ്ട, റീനെയിം കൊടുക്കുക. എന്താ കോപ്പി പേസ്റ്റ് പേരും കോപ്പി എടുക്കുക. .png ഒരാട്ടും കൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. സ്നാപ്ഷോട്ട് എക്സിസ്റ്റ് തന്നെ പിന്നെയും കാണിക്കുന്നത്. ആ പ്രോംപ്റ്റ് ഒന്ന് കോപ്പി എടുത്തേ. ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തേ. നെയിമിംഗ് ഇഷ്യൂ അല്ല, അത് ഓരോ തവണയും പുതിയത് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രശ്നം. ഒരു ടു ഹാവ് സ്ക്രീൻഷോട്ട് അല്ല, മറ്റേത് തന്നെ യൂസ് ചെയ്യേണ്ടത്. അതിന്റെ പ്രശ്നമല്ല. Snapshot name. Yeah.
ഒരു കാര്യം ചെയ്തേ, ഉം. അഗെയിൻ നമ്മുടെ ഫോൾഡറിലേക്ക് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തു. റിവീൽ ഇൻ ഫയൽ എക്സ്പ്ലോറർ കൊടുത്തേ. ഓപ്പൺ ചെയ്തത് ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഇതില് ക്രോമിയം വിൻഡോസ് വിൻ 32 അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. ഏതെങ്കിലും ഒന്ന് ഇഷ്ടമുള്ള ഡിലീറ്റ് ചെയ്തോ. മറ്റേതിന് ഇവിടെ obscura.png എന്ന് പേര് മാറ്റി കൊടുത്തേ. rename. obscura.png. obscura. ഒബ്സ്ക്യൂറ എന്ന് മാത്രം കൊടുത്താൽ മതിയേ. obscura.png. അതെ 2 തവണ .png വന്നിട്ടുണ്ട്. ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്തേ. എവിടെ? ഓക്കെ. .png കൊടുക്കണ്ട, obscura എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ. ഒരു കാര്യം ചെയ്യുന്ന നിൽക്കും, ഇനി എക്സിക്യൂട്ട് ചെയ്യാൻ വരട്ടെ. ഒന്ന് റിഫ്രഷ് ചെയ്യൂ. ഇതിന്റെ സൈഡില് ഒരു റിഫ്രഷ് ബട്ടൺ ഇല്ലേ, ഒന്ന് റിഫ്രഷ് ചെയ്ത് വിടാമോ? അതെവിടെ റിഫ്രഷ് ബട്ടൺ? ഇത് അവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് മറ്റേ അവിടെ തന്നെ ഓട്ടോമേഷൻ ബേസിക്കിന്റെ അവിടെ കൊണ്ട് കേഴ്സർ വെച്ചേ. ഓട്ടോമേഷൻ ബേസിക് ചെയ്തു. ഇനി എക്സിക്യൂട്ട് ചെയ്യട്ടെ? എക്സിക്യൂട്ട് ചെയ്യോ നോക്കട്ടെ. സെയിം ഇഷ്യൂ തന്നെയാണ്. ഇവിടെ ഓരോ തവണയും പുതിയ സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ആയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കുറച്ച് 2 ദിവസം മുമ്പ് ഒരു വർക്കിംഗ് ആയിരുന്നല്ലോ. ശ്രുതിയുടെ ഒക്കെ വർക്കായോ? ശ്രുതി സെയിം ഇഷ്യൂ ആണോ വരുന്നേ? എനിക്ക് സെയിം ഇഷ്യൂ ഉണ്ട്. സെയിം ഇഷ്യൂ ഉണ്ടല്ലേ? ഓക്കെ. ജസ്റ്റ് ടു ഹാവ് സ്ക്രീൻഷോട്ട് വെച്ച് കൊടുത്ത് നോക്കാം നമുക്ക്. ഓക്കെ, ടു മാച്ച് സ്നാപ്ഷോട്ട് ആണ് ശരിക്കും വിഷ്വൽ ടെസ്റ്റിംഗ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇത് അഗെയിൻ എല്ലാം ഓരോ തവണയും നമുക്ക് പിന്നെയും പുതിയ ഇത് ജനറേറ്റ് ആവുന്നത് കൊണ്ട് പേജ് ഡോട്ട് സ്ക്രീൻഷോട്ട് വേണ്ട. എക്സ്പെക്ട് ഓഫ് പേജ് ഓക്കെ. await page. Expect of ഒരു മിനിറ്റ്. Expect of await page dot screenshot വേണ്ട. Expect of page. Expect of await page. await page. ഓഫ്. expect off. ഓക്കെ. ഒരു കാര്യം ചെയ്ത് കമന്റ് ചെയ്യും, താഴെ ടൈപ്പ് ചെയ്തോളൂ. അത് അവിടെ നിൽക്കട്ടെ. കൺട്രോൾ സെഡ് അടിച്ച് ആസ് ഇറ്റ് ഈസ് നിർത്തിക്കോളൂ. താഴെ ടൈപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. expect of space page. await വേണ്ട, ജസ്റ്റ് പേജ് മാത്രം കൊടുക്കുക. ഓക്കെ. അപ്പൊ എക്സ്പെക്ട് ഓഫ് പേജ് ആണ് കൊടുക്കേണ്ടത്. എക്സ്പെക്ട് ഓഫ് പേജ്. await ആവശ്യമില്ല, എക്സ്പെക്ട് ഓഫ് പേജ് കൊടുത്തു നോക്കൂ. ബ്രാക്കറ്റ്സ്, ക്ലോസിംഗ് ബ്രാക്കറ്റ്സ്, ഒരു ബ്രാക്കറ്റ് എക്സ്ട്രാ ഉണ്ട്. പേജ് കഴിഞ്ഞിട്ട് ജസ്റ്റ് എക്സ്പെക്ട് ക്ലോസ് ചെയ്യാൻ ആവശ്യമുള്ള ഒരു ബ്രാക്കറ്റ് എക്സ്ട്രാ. ഈ പേജിന്റെ ഇത് ബ്രാക്കറ്റ്സ് വേണ്ട. ഓക്കെ. പേജ് എക്സ്പെക്ടിന്റെ പുറത്തേക്ക് വരിക. ഡോട്ട് to have screenshot. obscura.png, threshold.png.
ഓക്കെ. .png threshold. ഒരു വട്ടം കൂടെ എക്സിക്യൂട്ട് ചെയ്യോ എന്നിട്ട് ഫാസ്റ്റ് ആയി. എനിക്ക് ടു ഹാവ് സ്ക്രീൻഷോട്ടിന്റെ അവിടെ എറർ കാണിക്കുന്നു. ടു ഹാവ് എനിക്ക് സ്ക്രീൻഷോട്ടിന്റെ അവിടെയാണോ എല്ലാം ക്ലോസ്ഡ് ആയി പോയി എന്നാണ് കാണിക്കുന്നത് അല്ലേ? മിനിറ്റ് വരാമേ, നീമയുടെ സ്ക്രീൻ നോക്കിയിട്ട് വരാമേ. സ്ക്രീൻ കാസ്റ്റിംഗ് ഷോ ഓവർലേസ് ടാർഗറ്റ് പേജ്. ഒരു കാര്യം ചെയ്തേ, ആ പേജിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നില്ലേ, അതിന്റെ തൊട്ട് മുൻപായിട്ടേ ഒരു വെയിറ്റ് പേജ് ഡോട്ട് എന്താണ് വെയിറ്റ് ഫോർ ടൈം ഔട്ട് കൊടുത്തേ. എനിക്ക് വാക്കായല്ലോ നിരഞ്ജന. വർക്കായോ? ആ എനിക്ക് അത് ചെറിയ രീതിയിൽ നെറ്റ്വർക്ക് ലാഗ് വരുമ്പോൾ ഇഷ്യൂ വരും, അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് കൊടുക്കാൻ പറഞ്ഞത്. expect to have screenshot of കോഡ് എടുക്കൂ. ആ ത്രെഷോൾഡ് റിമൂവ് ചെയ്തേ. ത്രെഷോൾഡ് 0.2 റിമൂവ് ചെയ്തേ. കോമയെ റിമൂവ് ചെയ്തു. ടു ഹാവ് സ്ക്രീൻഷോട്ട് ഓഫ് ഒബ്സ്ക്യൂറ PNG. ഒരു ബ്രാക്കറ്റ് എക്സ്ട്രാ ഉണ്ടല്ലോ. ഒരു എന്തോ അവിടെ സെമിക്കോളനാണോ? എവിടെയാ ടു ഹാവ് സ്ക്രീൻഷോട്ട് ഓഫ് ഒബ്സ്ക്യൂറ .png എന്ന് പറയുന്നിടത്ത് സെമിക്കോളൻ ഇല്ലേ? അല്ല സെമിക്കോളൻ അല്ലേ? ഓക്കെ ഫൈൻ, സെമിക്കോളൻ അല്ലേന്ന് ചോദിച്ചാണ്. ഓക്കെ, കൺട്രോൾ സി വെച്ചോളൂ. റീട്രൈ ആയി പോകും തന്നെയാണല്ലേ? ലോഡിങ് ഇഷ്യൂ ആണത്. ജസ്റ്റ് ആ എറർ ഒന്ന് കാണിച്ച്. എറർ സ്ക്രീൻകാസ്റ്റ് ഷോ ഓവർലേസ് വെയിറ്റ് കോപ്പപ്പ് ആവുന്നില്ല, അതുകൊണ്ടാണ് എറർ വരുന്നത്. അത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴേക്ക് ക്ലോസ് ആയി പോവുക സ്ക്രീന്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരെണ്ണം കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ടല്ലോ. അവിടെ ക്രിയേറ്റ് ആയി. ജസ്റ്റ് ഓപ്പൺ ചെയ്യൂ, ഓപ്പൺ ചെയ്യൂ. അതവിടെ ഓപ്പൺ ക്രിയേറ്റ് ആയി, പക്ഷെ അത് അതിന് അസേർഷൻ ചെക്ക് ചെയ്യാൻ ടൈം കിട്ടിയില്ല. ഓക്കെ, ഇതാണ് പ്രശ്നം. സിംഗിൾ കോസ്റ്റ് obscura.png അത് കറക്റ്റ് ആണ്.
ശരിക്കും സെയിം ആണോ വരുന്നേ? അതെ. സുചിത്രയ്ക്ക് വർക്ക് ആയെന്നല്ല പറഞ്ഞു. സുചിത്ര സെയിം കോഡല്ലേ എഴുതിയത്? അതെ സെയിം കോഡ്. അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വേറെ ഡിഫറൻസ് ഒന്നും കാണുന്നില്ല. ഒരു കാര്യം ചെയ്തേ, വെയിറ്റ് ഫോർ ടൈം ഔട്ടിന് പകരം വെയിറ്റ് ഫോർ ലോഡ് സ്റ്റേറ്റ് ആഡ് ചെയ്ത് കൊടുത്തേ. വെയിറ്റ് ഫോർ ടൈം ഔട്ടിന് പകരം വെയിറ്റ് ഫോർ ലോഡ് സ്റ്റേറ്റ് ആൻഡ് നെറ്റ്വർക്ക് ആഡിൽ പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. വെയിറ്റ് ഫോർ ലോഡ് സ്റ്റേറ്റ് ക്യാപിറ്റൽ ലോഡ് സ്റ്റേറ്റ് ക്യാപിറ്റൽ അല്ലേ കൊടുത്തത് നീമ? ക്യാപിറ്റൽ എൽ. നെറ്റ്വർക്ക് സേവ് ചെയ്ത് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയൊക്കെ. അതിന് എന്തോ അത് വേഗം ലോഡായിട്ട് ക്ലോസ് ആയി പോകുന്നോണ്ടാണ് ഇഷ്യൂ വരുന്നത്. നമുക്കൊന്ന് നെറ്റ്വർക്ക് ആയിട്ട് കൊടുത്ത് നോക്കി നോക്കാം വർക്ക് ആവുന്നുണ്ടോ. ഇഷ്യൂ വരാൻ തുടങ്ങി കേട്ടോ. ഓക്കെ, അത് സൈറ്റിന്റെ ഇഷ്യൂ കൊണ്ടാണ് കേട്ടോ ഇതെന്നാല് കോഡിന്റെ അല്ല അത്. ആദ്യത്തെ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തപ്പോൾ പാസ് ആയതാ, പക്ഷെ ഇപ്പം ഈ സെയിം എററാ വരുന്നത്. ഓക്കെ, ഒരു കാര്യം ചെയ്തേ, സെലീനിയം കേപ്പബിൾ മാറ്റിയിട്ടേ ജസ്റ്റ് google.com ഒന്ന് കൊടുത്തേ. നമ്മുടെ നോർമൽ www.google.com ജസ്റ്റ് google.comന്റെ സൈറ്റ് ഒന്ന് എടുത്തേ, എന്നിട്ട് URL പ്ലേസ് ചെയ്തോ. ഓക്കെ. google.com. ഓക്കെ. ഈ അത് എൻ്റെ വേണ്ട, google.com മാത്രം മതി. www.google.com മതി. അത് വേണ്ട അത് വരുവാണല്ലോ. അത് വന്നോട്ടെ, കുഴപ്പമില്ല. google.com/ മാത്രം. സെയിം എറർ വന്നു. google.com സെയിം എറർ അടിക്കുന്നോ? ഓക്കെ, അത് കമ്പയർ ചെയ്യുന്നത് obscura.png വെച്ചിട്ടാണ്. അത് obscura 1 എന്നാക്കിക്കേ, അല്ലെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്ത് obscuraനെ. ഓക്കെ. ഒബ്സ്ക്യൂറ ഇത് ഡിലീറ്റ് ചെയ്യണം. മറ്റേ PNG ഫയൽ ഡിലീറ്റ് ചെയ്യണം. അതായത് സൈറ്റിന്റെ ഇഷ്യൂ കൊണ്ടാണ് അത് വരുന്നത്. ആദ്യം ഫെയിൽ ആവൂലോ, then നെക്സ്റ്റ് ടൈം ഫെയിലിയർ ആവും. യെസ്. Control C. ആദ്യം ഫെയിൽ ആയി കഴിഞ്ഞിട്ട് അത് റീനെയിം ചെയ്ത് കൊടുക്കണ്ടേ? റീനെയിം ചെയ്തില്ലല്ലോ. റീനെയിം ചെയ്യണമായിരുന്നു ഞാനും. അവിടെ ഒബ്സ്ക്യൂറ ക്രോമിയം Win32 എന്നല്ലേ വന്നേക്കുന്നത്. റീനെയിം ചെയ്തേ. ഓക്കെ. Okay. Same error. Screens cast show overlays. സ്നാപ്ഷോട്ട് സിസ്റ്റർ കാണിക്കുന്നേ. റീനെയിം ചെയ്തായിരുന്നോ നീമ? റീനെയിം ചെയ്തിട്ടല്ലോ. ഞാൻ ചെയ്തായിരുന്നു പിന്നെയും വന്നു, ഒരെണ്ണം കൂടെ സേവ് ആയി വന്നു. അതെങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവാത്ത.
കാരണം നമ്മളിപ്പോ പേജ് ഡോട്ട് സ്ക്രീൻഷോട്ട് പറയുന്നില്ല രണ്ടാമത്. ടു ഹാവ് സ്ക്രീൻഷോട്ടാ പറയുന്നത്. അപ്പൊ വേറെ സെപ്പറേറ്റ് ആയിട്ട് വരാൻ പാടില്ല. കമ്പാരിസൺ മാത്രമേ നടക്കാൻ പാടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ വിഷ്വൽ ടെസ്റ്റിങ്ങിൻ്റെത്. എന്നിട്ട് പറഞ്ഞുതരാമേ നാളെയല്ല മൺഡേ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വർക്ക് ഉണ്ട് ചെയ്യാൻ. സാറ്റർഡേ ഇതിന്റെ അകത്തോ? ഇതിൻ്റെ അകത്തല്ല, വേറെ. ഓക്കെ. ഓക്കെ, അസൈൻമെന്റ് ആണോ അസൈൻമെന്റ് അല്ല, നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു എൻഡ് ടു എൻഡ് ടെസ്റ്റ് കേസ് ആണ് കേട്ടോ. പ്രൊജക്റ്റ് അല്ല, നിങ്ങൾക്ക് അല്ലാത്തൊരു പ്രാക്ടീസ് എക്സസൈസ് ആണ്. ഓക്കെ. ഞാൻ ഒരു URL തരുന്നുണ്ട്. ആ URL ഒന്ന് ലോഗിൻ ചെയ്യുക. ആ URL ഒന്ന് ഓപ്പൺ ചെയ്തേ. ഇവിടെ ആക്സെപ്റ്റഡ് യൂസർ നെയിമും പാസ്വേഡും ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് എൻ്റർ ചെയ്തേ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ട് കൊടുക്കുക. മുകളിലേക്ക് പോവുക. അതിൽ ആ കാർട്ട് ഐക്കൺ ഇല്ലേ, ഒന്ന് ക്ലിക്ക് ചെയ്തേ. ചെക്കൗട്ട് കൊടുക്കുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സിപ്പ് കോഡ് എല്ലാം ഫില്ല് ചെയ്യുക. കണ്ടിന്യൂ, ഫിനിഷ്. ഇത്രയും ചെയ്യണം. ഓക്കെ, എന്നിട്ട് ബാക്ക് ഹോം ക്ലിക്ക് ചെയ്യാം. ബാക്ക് ഹോമും ക്ലിക്ക് ചെയ്യണം നമ്മൾ. ഓക്കെ, ബാക്ക് ഹോമും ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഫ് നീഡഡ് വേണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നെയിം A to Z എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട് ഇപ്പുറത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ. നെയിം A to Z അവിടെ ക്ലിക്ക് ചെയ്യുക. അതൊരു ഡ്രോപ്പ് ഡൗൺ ആണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. ഓക്കെ, ഇത്രയും ചെയ്യാം. ഇത്രയും മൺഡേക്ക് ചെയ്യുമോ? വളരെ ചെറിയ പണിയാണ്, വേഗം കഴിയും. ഓൾറെഡി നമുക്ക് ലൊക്കേറ്റേഴ്സ് എഴുതാൻ അറിയാം. ഇവിടെ ജസ്റ്റ് ക്ലിക്കും അതുപോലെ തന്നെ ഫില്ല് മാത്രമല്ല യൂസ് ചെയ്യാനുള്ളൂ. ഓക്കെ, എഴുതി വരാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് എത്രത്തോളം നമ്മളുടെ എന്താ പറയുക പ്ലേ റൈറ്റിന്റെ കമാൻഡ്സിൽ ഇത് സ്ട്രെങ്ത് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അഷ്യൂരിറ്റി ആക്കും. ഓക്കെ, ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം, ഒരുമിച്ച് ചെയ്യാം. സെൽഫായിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ചെയ്യാൻ പറ്റില്ല വെച്ച പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ എവിടെയാ സ്റ്റക്ക് ആവുന്ന വെച്ചാൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഞാൻ സെഷൻ എൻഡ് ചെയ്തോട്ടെ. താങ്ക് യു.